എന്തൊക്കെയൊരു വിശേഷം എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ പറമ്പ് നട്ടാൽ കൂട്ടുകാരൻ്റെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കല്ലിറക്കാനുള്ള പരിപാടിയാണ്. ഈ കല്ല് ഞാനാണ് ഇറക്കേണ്ടത്. അപ്പോൾ കല്ലിറക്കണതിൻ്റെ സ്ഥലത്ത് കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മണ്ണ് കുറച്ച് ഒരു ലോഡ് മോശമുണ്ട്, പിന്നെ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. പിന്നെ അത് നിരത്തി ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇനി കല്ലിറക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടേജൊക്കെ ക്ലിയർ ചെയ്ത് നല്ല അടിപൊളി അതിന് ശേഷം മാത്രമേ ഇനി ഇറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനും വേണ്ടി ഞാൻ മണ്ണ് ഏൽപ്പിച്ച് റാഷിനായിരുന്നു നമ്മുടെ കൂട്ടുകാരനായിരുന്നു. മണ്ണൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അതിന് കല്ല് ഇറക്കണം എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഈ അരുഭാഗം ചുമരിന് ചാരി തറനോട് ചാരി ഇറക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം വൃത്തിയാക്കണം. അപ്പോൾ ഞാനത് കഴിക്കോട്ടിട്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല സെറ്റാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി ഇറക്കാനുള്ളത് നമുക്ക് കല്ലിറക്കണം എന്നുണ്ടെങ്കിൽ ഒതുക്കി ഇറക്കണ്ട. 2,000-4,000 കല്ലിറക്കണം എന്നുണ്ടെങ്കിൽ വിചാരിച്ചമാതിരി ഒതുക്കി ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ സ്പേസിൻ്റെ പ്രശ്നം നല്ല വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും ഇറക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ നമുക്ക് കിട്ടിയ JCB തന്നെ നമ്മൾ ആരെങ്കിലും ബ്രൈറ്റേക്കുന്ന JCB കേട്ടോ നമ്മുടെ ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഞാനത് റാഷിനോട് പറഞ്ഞപ്പോൾ ഓൻ്റെ വണ്ടി എന്നുള്ള ലെവലിൽ ഓൻ വിട്ടത് ആ ഒരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും സംഭവം എന്താ വെച്ചാൽ പിന്നെ ഈ സൈഡ് ഇടത്തെ ഭാഗം സൈഡിനും കുറച്ച് മണ്ണ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ആദ്യം ഇട്ടിരുന്ന മണ്ണ് ഈ കുക്കളൊക്കെ നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് മണ്ണ് നല്ല മണ്ണുണ്ട്. അപ്പോൾ ആ മണ്ണ് ഈ സൈഡിലോട്ടാണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവില്ല വെച്ചിട്ടാണ് അവിടെയും കൂടി ഇട്ടിട്ടാണ്. ഭാഗം കൊണ്ട് ക്ലിയർ ചെയ്യാച്ചിട്ടായിരുന്നു നിന്നത്. മറ്റേ മൊത്തം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് വെള്ളം വെച്ചുകൊണ്ട് പിന്നെ എവിടേക്കും പോകാമല്ലോ. മറ്റേ ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. മഴേൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ചെറിയൊരു പണി വീട്ടിലുണ്ട്. ഈ പ്ലാവ് കട്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്യാനുള്ള പ്ലാവ് ആയതുകൊണ്ട് അതിൻ്റെ സൈഡും കാര്യങ്ങളും മണ്ണ് ഞാൻ തന്നെ ഇട്ടത്. എനിക്ക് തന്നെ രണ്ടാമതും പണി കിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നിട്ടോ. അങ്ങനെ ഞാൻ JCBനെ പറഞ്ഞയച്ച വീട്ടിൽ നോക്കുമ്പോൾ അമ്മ ഡൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അമ്മ ഇങ്ങനെ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാവിൻ്റെ അടിഭാഗം നല്ല ക്ലീനാക്കി നല്ല കട്ട് ചെയ്തിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ അമ്മ ഞാനും ആദ്യം ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ചെയ്തു. എനിക്ക് 1-2 സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ട്. ഒരു കല്ലിൻ്റെ ഒരു പൈസ കഴിഞ്ഞ ആഴ്ച ഇത്തിരി ഷോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ തന്നെ പോകണ്ടേ. അങ്ങനെ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. കാരണം വെച്ചാൽ 1-2 സൈറ്റിൽ കഴിഞ്ഞ ആഴ്ച കിട്ടാനുള്ളത് കാരണമാണ് എത്ര വിളിച്ചപ്പോഴും നാളെ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഒരു സൈറ്റിൽ ഞാൻ മറന്നു പോയതാണ്. അങ്ങനെ അതൊക്കെ കൂടി വാങ്ങാച്ചുള്ള ഇറക്കാട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങനെ ചില ആഴ്ചകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണമല്ലോ. എല്ലാ സൈറ്റും നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ലല്ലോ. പല സൈറ്റിലും പല മാതിരിയാണ്. ചില സൈറ്റിൽ നിന്ന് വാങ്ങാൻ മറക്കും, ചില സൈറ്റിൽ നിന്ന് കൊണ്ടുത്തരും, ചില സൈറ്റിൽ നിന്ന് അങ്ങനെ കൂടായിട്ട് നമ്മൾ മറന്നുകൊണ്ടേ ഇരിക്കട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മുണ്ടേ നിറത്തിപ്പോൾ മണവാളനും കുട്ടേട്ടനും ഇട്ട് 2 ആളെയും കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി സൈറ്റിലിറങ്ങിയതിന് ശേഷം സൈറ്റിൽ നോക്കുമ്പോഴും കിണർ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കല്യാണമായിരിക്കേണ്ടത്. അതിൽ സെക്കൻഡാണ് ഇറക്കിയിട്ടിട്ട്. സാധാരണക്കാരനാണ് അദ്ദേഹത്തിന് എങ്ങനെ നോക്കിയാലും ഫസ്റ്റ് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അമ്മൂനോ ഡ്രസ്സ് എടുക്കണം തന്നെയാണ് ഞങ്ങൾ കോട്ടയ്ക്കിലെത്തിട്ടോ. കോട്ടയ്ക്ക് ട്രെൻഡ്സിലെത്തിയിട്ടുണ്ട്. അവിടെ തിരഞ്ഞ് നോക്കിയിട്ടൊന്നും ആളെ കിട്ടിയില്ല. അങ്ങനെ രണ്ടാമത് പോയപ്പോൾ സമ്മത് കിട്ടി. സമ്മത് എന്നാണ് ആ ഉദ്ദേശിച്ച ഡ്രസ്സ് കിട്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരാട്ടോ അവിടെ നിന്ന്. അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഫാസിലിൻ്റെ ബൂഫിയെ കയറിയിട്ട് നേരെ 1-2 ഐറ്റംസ് ഉണ്ട്. അവിടെ ഞെണ്ടുംകാലുണ്ട്. പിന്നെ അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ അവിടെ കടികളായിട്ട് വരുന്നതും. പിന്നെ കുറേ കടികളും എൻ്റെ ഹോം മെയ്ഡായിട്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കടികളായിട്ട് അവിടെ ഷോപ്പിൽ കൂടുതലായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ആദ്യമോ ഷമ്മൂസയ്ക്കും വേണ്ടി വാസി പിടിച്ച് കരഞ്ഞപ്പോൾ അവിടെ കയറ്റി തട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയ ശേഷം അങ്ങനെ ആദ്യമോൻ അവിടെ വീട്ടിലുണ്ടായിരുന്നു. പച്ചക്കറി ഐറ്റംസും ചെടിയൊക്കെ കൂടി നട്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചീൻ്റെ പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ. നമ്മളെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഇത് ഇടയ്ക്ക് ഒരു നനയ്ക്കലുള്ളതാണ് ആൾക്ക്. അങ്ങനെ അതൊന്നും നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ വെച്ചാൽ ഇനി ഒരുപാട് സ്ഥലങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ ഏതാണ്ട് ഒക്കെ റെഡിയായി. ഇന്നത്തെ കറണ്ട് ഇല്ല വീട്ടിൽ കേട്ടോ. ഇന്ന് കറണ്ട് രാവിലെ ഫ്യൂസ് പോയതാണോ എന്താണെന്ന് അറിയില്ല. രാവിലെ തന്നെ തൊട്ട് കറണ്ട് നിൽക്കുന്നില്ല കേട്ടോ നമ്മളെ വീട്ടിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയായിട്ട് ഇനി എന്താ വെച്ചാൽ നമുക്കൊരു കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയുള്ള യാത്രയാണ്. ഇപ്പോൾ ഇനി നമ്മൾ പെങ്ങളെ വീട്ടിൽ തന്നെയാണ് കല്യാണം വരുന്നത്. അപ്പോൾ അതിന് പോകാനുള്ള പരിപാടി ഉണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ കുറേയില്ലേ. അങ്ങനെ നമ്മളെ ചെരുപ്പൊന്ന് മാറ്റിയിട്ടോ. നമ്മളെ ചെരുപ്പൊക്കെ ഏത് നോക്കി 3 ഉണ്ട്. 3 ജോലിയായിട്ടാണ് കേട്ടോ. എന്നും കിടക്കില്ല. അപ്പോൾ ഏതായാലും നോക്കിയില്ല ഒരു ചെരുപ്പുണ്ട്, ഭംഗിയൊന്നും നോക്കിയില്ല. അപ്പോൾ ഏതായാലും ഒന്ന് പുതിയ ചെരുപ്പ് ഇട്ടിട്ടാണ് നമ്മൾ യാത്ര. അപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങേണ്ടത് എന്താ വെച്ചാൽ ഇനി നമ്മൾ ചേച്ചീൻ്റെ വീട്ടിൻ്റെ അടുത്ത് പോലെ തറവാട്ടിലായിട്ടൊരു വയ്യാത്ത ഒരാളുണ്ട്. അപ്പോൾ അവരെ കാണാച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട. നമ്മളേതായാലും ആദ്യം അമ്മ ഞങ്ങൾ 3 ആൾ കൂടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ഞങ്ങൾ 4 ആൾ കൂടിയിട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഓരോ വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വയ്യാതെ കിടക്കുന്നു. പെട്ടെന്ന് ഇതിങ്ങനെ വന്ന് ബുദ്ധിമുട്ട് വന്ന് അങ്ങനെ താഴത്ത് പോയി തിരിച്ച് വന്നിട്ട് ശേഷം നമ്മൾ പോകട്ടെ. ഇനി വീട്ടിൽ നിന്ന് ആ ചെറുമുക്കാട്ടുള്ളത് മൂപ്പരെ വീട് വരേണ്ടത്. ചേച്ചീൻ്റെ വീടിൻ്റെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ആ വീട് വരുന്നത് കേട്ടോ. ആൾക്ക് അതേമാതിരി കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്ടെന്നൊരു വയ്യായും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആൾ കിടപ്പിലാണ്. അവിടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് കാണാൻ പോകട്ടെ ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ നേരെ ചെറുമുക്കി ചേച്ചീൻ്റെ വീട്ടിലേക്ക് അടുത്തുള്ള വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ കക്കാട്
ഞങ്ങളവിടുന്ന് പോവാട്ട് നേരെ ഞാൻ വീട്ടിൽ പോണതിന് മുന്നേ തന്നെ ചെറുമുക്ക് പള്ളിക്കത്തായ പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ നമ്മളൊരു കടയിൽ നിന്ന് അവിടുന്ന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ പോണ കിട്ടുക. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ എത്തി. അവിടെ പോയി വന്ന് പിന്നെ അതിന് ശേഷം നേരെ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് ചേച്ചീൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം നേരെ അവിടെ ചായയും കലത്തപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി. അത് കഴിച്ചിട്ടു. അത് കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇനി കല്യാണത്തിന് പോകേണ്ടതായിട്ടുണ്ട്. ഇനി നേരെ കുറുപ്പുംപടിക്ക് പെങ്ങളെ വീട്ടിൽ കല്യാണത്തിനാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഏതായാലും അതിനുള്ള ഇറക്കാണ്. ഇനി ഇങ്ങനെ ചേച്ചി കുറച്ച് അരവണൻ്റെ അടുത്ത് തന്നിട്ട് അതിൻ്റെ കൂട്ടുകാർ ഒരുപാട് കാലമായിട്ട് ചോദിക്കണം. പകുതിയുള്ളൂ. അങ്ങനെ അതും കിട്ടി. അത് നേരെ വണ്ടിയിലിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് പറങ്കൊച്ചിക്കേക്ക് ചേച്ചീൻ്റെ വീട്ടിലേക്ക്. അവിടെ കല്യാണം ആയതുകൊണ്ട് നാളെ എന്തായാലും ഇനി നാളെയും പോകണം, ഇന്നും പോകണം. അപ്പോൾ എന്തായാലും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി ബൈപ്പാസിൽ കയറി അങ്ങനെ അച്ഛനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ അച്ഛനെ കയറ്റിയിട്ട് ആവശ്യമാണ് ഇനി പോകാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ കോയിച്ചനത്തിന് അങ്ങനെ പൂക്കയറുമ്പോൾ ആണ്ട് നേർച്ച നടക്കുന്നുണ്ട്. കൊല്ലം നടക്കാറുള്ളതാണ്. നല്ല സെറ്റപ്പ്, അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഉള്ള നേർച്ചയായിട്ട് ഒരുപാട് കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അതും കണ്ടു. പക്ഷേ അതിന് ഇറങ്ങാൻ പറ്റിയില്ല. നമ്മൾ ഉള്ളൊരു വിഷമം മാത്രം ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണുന്നതാണ്. പക്ഷേ നമ്മളതിന് വല്ലാതാണ് പോയിട്ടില്ല കേട്ടോ. അങ്ങോട്ടായിട്ട് ഇങ്ങനെ നേർച്ചേൻ്റെ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ആളുണ്ട് കേട്ടോ. റോഡ് നിറച്ച ആളാണ്. പൂക്കിപ്പറമ്പ് അങ്ങാടിയിൽ പാലത്തിൻ്റെ അവിടെയും എല്ലായിടത്തും അത്യാവശ്യം കച്ചവടക്കാരും കാര്യങ്ങളും തിരക്കും ആളുകളും ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശമാരൊന്നുമില്ല. അത്യാവശ്യം വലിപ്പമുള്ള നേർച്ചയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് അച്ഛനെ കൊഴിച്ചിനത്തേക്ക് അച്ഛൻ അവിടെ വന്ന് അമ്മു മുന്നിൽ നിന്ന് അമ്മുവിനെ ബാക്കിൽ ഇരുത്തി ഓളാൾ ബാക്കിൽ ഇരിക്കുകയായിരുന്നു. അച്ഛനോട് മുന്നിലിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ മുന്നിലിരുന്നിട്ട് നമുക്ക് എന്താ ഇനി പോവാട്ടോ. ഇനി എന്താ വെച്ചാൽ നമുക്ക് കല്യാണം. അങ്ങനെ ഞാൻ ഭാരതത്തിൽ നിന്ന് കുറച്ച് എണ്ണ അടിച്ചിട്ടോ. അങ്ങനെ നമുക്ക് പറങ്കൊച്ചി കേൾക്കാണ്ട പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ പിന്നെ നേരെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിൻ്റെ ഫ്രണ്ടേജിൽ വണ്ടി കുറച്ച് നിർത്താൻ പ്രയാസമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ നേരെ മേലത്തെ വീട്ടിൽ വണ്ടി നിർത്തിയാണ് നേരെ മർത്തിക്ക് വന്നിട്ടാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്ത് പന്തലിക്ക് എത്തി എല്ലായിടത്തും പോയി വന്ന്. അതിന് ഇതാണ് നമ്മുടെ ചെക്കൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഒക്കെ പരിപാടി ഉണ്ടാക്കുമ്പോൾ മൊത്തത്തിൽ ഫുള്ള് സെറ്റപ്പായിട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മളവിടെ നിന്ന് പിന്നെ നേരെ പോയപ്പോൾ കിച്ചണിൽ പോയി പിന്നെ വെറൈറ്റി ബിരിയാണി കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്നത്. ചിക്കനും വെജിറ്റബിളൊക്കെ കൂടെ ആയിട്ട് നല്ല രസമുള്ളൊരു ബിരിയാണി കേട്ടോ. സംഭവം അതിൽ അടിപൊളി നമ്മൾ വിചാരിച്ചിരുന്ന സെറ്റപ്പ് ചെയ്തിട്ടോ ബിരിയാണിയൊക്കെ. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ചെക്കൻ സ്റ്റേജ് പരിപാടിക്ക് വേണ്ടി ലൈറ്റ് അറേഞ്ച്മെൻറ്റും മറ്റേ സൗണ്ടിൻ്റെ സിസ്റ്റമൊക്കെ നല്ല സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ചെക്കൻ പോണ കമ്പനിത്തെ സംഭവം തന്നെ കേട്ടോ, സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഇനി നമ്മൾ വീട്ടിൽ കേട്ടോ. പിന്നെ നൈറ്റിൽ വലിയ പരിപാടികളൊന്നും ഇല്ല എന്ന് വിചാരിക്കണം അവിടെ. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ കൂടുതൽ നേരം നിന്നിട്ടൊന്നുമില്ല അവിടെ. എന്തായാലും കൂടുതൽ ഇത് ബാക്കിയുള്ള പരിപാടികളൊക്കെ നാളെ റിസപ്ഷനും പിന്നെ അതേമാതിരി പകൽ കല്യാണവും അങ്ങനെയായിട്ട് അവിടെ വരുന്നത്. നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കേണ്ടത്. അപ്പം നമ്മളെല്ലാവരും അവിടെ നിന്ന് പോന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ നിന്ന് പാനീയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന റൈസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.